ഹലോ ഫ്രണ്ട്സ്, നമുക്കെല്ലാവർക്കും പണക്കാർ വീണ്ടും വീണ്ടും പണക്കാരാകുന്നുണ്ടെന്ന് അറിയാം. എന്നാൽ അവർ എങ്ങനെയാണ് പണക്കാരാകുന്നതെന്ന് നമ്മളിൽ ഒരുപാട് പേർക്ക് അറിയില്ല. ഒരു നോർമൽ പേഴ്സണ് കുറച്ചധികം പണം ഏൺ ചെയ്താലേ അവർ എല്ലാ പണവും ബാങ്ക് അക്കൗണ്ടിൽ സേവ് ചെയ്ത് വെക്കും. എന്നാൽ റിച്ച് പീപ്പിൾസ് അവർ ഏൺ ചെയ്യുന്ന മാക്സിമം എമൗണ്ട് അസറ്റ്സിൽ ഇൻവെസ്റ്റ് ചെയ്ത് അവരുടെ വെൽത്ത് മൾട്ടിപ്ലൈ ചെയ്തുകൊണ്ടിരിക്കും. അസറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ പോക്കറ്റിലേക്ക് പണം കൊണ്ടുവരുന്ന കാര്യം, അതാണ് അസറ്റ്. ഉദാഹരണത്തിന് നിങ്ങളുടെ അടുത്ത് ഒരു വീടോ കാറോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് റെന്റിന് കൊടുത്ത് പണം ഉണ്ടാക്കാൻ കഴിയും. സോ ആ വീടും കാറും നിങ്ങളുടെ അസറ്റ് ആയിരിക്കും. എന്നാൽ നിങ്ങൾ ആ വീടോ കാറോ നിങ്ങളുടെ ആവശ്യത്തിന് ഉപയോഗിക്കുകയാണെങ്കിൽ അത് നിങ്ങൾക്ക് മണി ഏൺ ചെയ്തില്ല, അത് നിങ്ങൾക്കൊരു ചെലവായിരിക്കും. സോ അതിന് നമ്മൾ ലയബിലിറ്റി എന്ന് പറയും. സോ പണക്കാര് വീണ്ടും വീണ്ടും പണക്കാരാകുന്നതിന് അവരുടെ അസറ്റ്സ് ആണ് അവർ ബിൽഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതും പെർട്ടിക്കുലർ ആയിട്ട് നമ്മൾ ഈ വീഡിയോയിൽ കാണാൻ പോകുന്ന ചില അസറ്റ്സ് ആണ് ഒരുപാട് ആളുകളെ മില്യനേഴ്സ് ആക്കിയിട്ടുള്ളത്. സോ ആ അസറ്റ്സ് ഏതൊക്കെയാണെന്ന് നമുക്ക് വൺ ബൈ വൺ ആയിട്ട് നോക്കാം. നമ്പർ 1, ബിസിനസ്സസ്. എന്തുകൊണ്ടാണ് ഒരുപാട് സ്മാർട്ട് പീപ്പിൾസ് അവരുടെ ഇനീഷ്യൽ സ്റ്റേജിൽ ഒരു ജോബിൽ വർക്ക് ചെയ്താലും അവരുടെ ലൈഫിൽ ഒരു സ്റ്റെബിലിറ്റി വന്നതിന് ശേഷം ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണമെന്ന് വിചാരിക്കുന്നത്? കാരണം അവർക്കാണ് ഒരു ബിസിനസ്സിലൂടെ കൂടുതൽ ഏൺ ചെയ്യാൻ കഴിയുക എന്നറിയാം. അതുകൊണ്ടാണ് അവർ സേവ് ചെയ്ത മണി വെറുതെ വെക്കാതെ അവർക്ക് ഒരുപാട് കാലമായിട്ടുള്ള ബിസിനസ് ഐഡിയാസിൽ ഇൻവെസ്റ്റ് ചെയ്യും. അല്ലെങ്കിൽ അവർക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള മറ്റുള്ളവരുടെ ബിസിനസ് ഐഡിയാസിൽ ഇൻവെസ്റ്റ് ചെയ്യണമെന്ന് വിചാരിക്കും. നിങ്ങളുടെ ബിസിനസ് ഐഡിയയിൽ നിങ്ങൾ പണം ഇട്ടാൽ ആ ബിസിനസ് ഐഡിയയിൽ നിങ്ങൾ മോട്ടിവേറ്റഡ് ആയിട്ട് ഐഡിയാസ് എക്സിക്യൂട്ട് ചെയ്ത് നിങ്ങളുടെ പണം നിങ്ങൾക്ക് മൾട്ടിപ്ലൈ ചെയ്ത് തുടങ്ങാൻ കഴിയും. അല്ലെങ്കിൽ പാസീവായിട്ട് നിങ്ങൾ മനസ്സിലാക്കിയ ബിസിനസ് മോഡൽസിൽ ഒരു സൈലന്റ് പാർട്ട്ണർ ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്യാം. അതുകൊണ്ട് ആ ബിസിനസ് ഗ്രോ ആകുമ്പോൾ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ട് ഗ്രോ ആയിക്കൊണ്ടിരിക്കും. നിങ്ങൾക്ക് ഏത് അസറ്റിൽ വേണമെങ്കിലും ഇൻവെസ്റ്റ് ചെയ്യാം. എന്നാൽ ഒരു അസറ്റും ഒരു സക്സസ്ഫുൾ ബിസിനസ് തരുന്ന റിട്ടേൺസ് തരില്ല. സോ നമ്മളെല്ലാവരും എന്തായാലും ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണം. എന്നാൽ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണമെന്ന് വിചാരിക്കുമ്പോൾ നമുക്ക് എല്ലാവർക്കും ഉള്ള കോമൺ പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ, ബിസിനസ് എന്ന് കേൾക്കുമ്പോൾ തന്നെ ഒരുപാട് ഫേമസ് ആയ ബിസിനസ് ഓൺടർപ്രണേഴ്സിനെ നമുക്ക് ഓർമ്മ വരും. അതിനുശേഷം നമ്മൾ സബ് കോൺഷ്യസ് ആയിട്ട് നമ്മുടെ ബിസിനസ് അവരുടെ ബിസിനസ്സുമായിട്ട് കമ്പയർ ചെയ്യാൻ തുടങ്ങും. അതുകൊണ്ട് തന്നെ നമ്മുടെ ബിസിനസ് അത്രക്ക് വേർത്ത് ആയിരിക്കില്ല എന്ന് പറഞ്ഞ് ആരും സ്റ്റാർട്ട് തന്നെ ചെയ്യില്ല. എന്നാൽ ഒരു ഫൺ ഫാക്ട് എന്താണെന്ന് വെച്ചാൽ, നിങ്ങളുടെ വീടിനടുത്തുള്ള ഒരു ഷോപ്പ് പോലും അത്രക്ക് ഫേമസ് ആയിരിക്കില്ല. എന്നാൽ ആ ബിസിനസ് മന്ത്ലി ലാക്സ് ഓഫ് മണി നിങ്ങൾ അറിയാതെ തന്നെ ജനറേറ്റ് ചെയ്യുന്നുണ്ടാകും. സോ നിങ്ങളുടെ ബിസിനസ് ഐഡിയ എത്രക്ക് ചെറുതാണെങ്കിലും അത് എക്സിക്യൂട്ട് ചെയ്ത് വർക്ക് ആകുന്നുണ്ടോ എന്ന് നോക്കുക. നമ്പർ 2, റിയൽ എസ്റ്റേറ്റ്. ഈ ലോകത്ത് ഫിനാൻഷ്യൽ ആയിട്ട് സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരുപാട് ആളുകൾ റിയൽ എസ്റ്റേറ്റിലൂടെയാണ് അവർ മില്യനേഴ്സ് അല്ലെങ്കിൽ ബില്യനേഴ്സ് പൊസിഷന് റീച്ച് ചെയ്തിട്ടുള്ളത്. യൂഷ്വലായിട്ട് റിയൽ എസ്റ്റേറ്റിൽ രണ്ട് തരത്തിൽ പണം സമ്പാദിക്കാൻ കഴിയും. ഒന്ന്, പ്രോപ്പർട്ടീസ് ഫ്ലിപ്പ് ചെയ്യും. മാർക്കറ്റിലുള്ള അണ്ടർ വാല്യൂഡ് പ്രോപ്പർട്ടീസ് കറക്റ്റ് ആയിട്ട് പിക്ക് ചെയ്ത് അതൊരു പുതിയ വീടായിട്ട് റിനോവേറ്റ് ചെയ്ത് പ്രൈസ് അപ്രിഷിയേറ്റ് ആകുമ്പോൾ അത് വേറെ ഒരാൾക്ക് സെല്ല് ചെയ്ത് അതിലൂടെ പ്രോഫിറ്റ് ഉണ്ടാകും. അല്ലെങ്കിൽ ഇതൊരു വൺ ടൈം പേയ്മെന്റ് ആയതുകൊണ്ട് കറക്റ്റ് ആയിട്ട് പ്രോപ്പർട്ടീസ് തുടക്കത്തിൽ തന്നെ ഐഡന്റിഫൈ ചെയ്ത് കറക്റ്റ് ആയിട്ടുള്ള പ്രൈസിന് വാങ്ങി ലോങ് ടൈമിന് ഹോൾഡ് ചെയ്യും. ഇതുപോലെ ബൈ ആൻഡ് ഹോൾഡ് ചെയ്ത് റെന്റോ അല്ലെങ്കിൽ ബിസിനസ്സോ റൺ ചെയ്ത് ക്യാഷ് ഫ്ലോ ക്രിയേറ്റ് ചെയ്യുന്നവരാണ് റിയൽ ഇൻവെസ്റ്റേഴ്സ്. കാരണം അവരാണ് റിയൽ എസ്റ്റേറ്റിലുള്ള അഡ്വാൻറ്റേജസ് ഒക്കെ കറക്റ്റ് ആയിട്ട് യൂസ് ചെയ്യുക. ആ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണെന്ന് നോക്കിയാൽ, നമ്പർ 1, യു ക്യാൻ യൂസ് അതർ പീപ്പിൾസ് മണി. നമ്മൾ ഒരു ബാങ്കിൽ ലോൺ വാങ്ങാൻ പോകുമ്പോൾ നമ്മളൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുക എന്ന് പറഞ്ഞാലോ അല്ലെങ്കിൽ ഷെയർസിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പോവുകയാണെന്ന് പറഞ്ഞാലോ ബാങ്ക്സ് നമുക്ക് പണം തരില്ല. എന്നാൽ നമ്മൾ ഈ ലോൺസ് ഒന്നും ചോദിക്കാതെ ഒരു ഹൗസിംഗ് ലോൺ ചോദിച്ചാൽ യൂഷ്വലായിട്ട് ഈ ലോണിനേക്കാൾ നിങ്ങൾ എലിജിബിൾ ആണെങ്കിൽ ഹൗസിംഗ് ലോൺ നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടും. സോ റിയൽ എസ്റ്റേറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് നിങ്ങൾക്ക് അതർ പീപ്പിൾസിന്റെ മണി യൂസ് ചെയ്യാം. റിയൽ എസ്റ്റേറ്റിൽ ഇൻവെസ്റ്റ് ചെയ്താൽ നിങ്ങൾക്ക് കിട്ടുന്ന സെക്കൻഡ് ബെനിഫിറ്റ് എന്താണെന്ന് ചോദിച്ചാൽ, നിങ്ങൾക്ക് ആ പ്രോപ്പർട്ടീസ് ലോങ് ടേം ഹോൾഡ് ചെയ്യുമ്പോൾ ഗ്രാജുവലായിട്ട് ആ പ്രോപ്പർട്ടിയുടെ വാല്യൂ ഇൻക്രീസ് ആകും. അത് മാത്രമല്ല, അത് നിങ്ങൾ റെന്റിന് കൊടുത്ത് ഒരു റെന്റൽ ഇൻകം ക്രിയേറ്റ് ചെയ്താൽ നിങ്ങൾക്ക് ക്യാഷ് ഫ്ലോയും കിട്ടും. സോ നിങ്ങളുടെ ഇൻവെസ്റ്റ്മെന്റ് പോർട്ട്ഫോളിയോയിൽ റിയൽ എസ്റ്റേറ്റും ചേർക്കുക. നമ്പർ 3, പേപ്പർ അസറ്റ്സ്. നിങ്ങൾക്കൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ കഴിയാതിരിക്കാം, അല്ലെങ്കിൽ ഒരു റിയൽ എസ്റ്റേറ്റ് പ്രോപ്പർട്ടിയിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ കഴിയാതിരിക്കാം. എന്നാൽ നിങ്ങളൊരു നോർമൽ ജോബിന് പോയാലും നിങ്ങളുടെ സേവിങ്സിലൂടെ നിങ്ങൾക്ക് മണി മൾട്ടിപ്ലൈ ചെയ്യണമെന്ന് വിചാരിച്ചാൽ നിങ്ങൾക്ക് പേപ്പർ അസറ്റ്സ് ആണ് ബെസ്റ്റ് ഓപ്ഷൻ. കാരണം പേപ്പർ അസറ്റ്സിൽ ആർക്ക് വേണമെങ്കിലും ഇൻവെസ്റ്റ് ചെയ്യാം. പേപ്പർ അസറ്റ്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയുന്നത് പോലെ ഷെയർസ്, ബോണ്ട്, മ്യൂച്വൽ ഫണ്ട്സ്, കറൻസീസ്, കമ്മോഡിറ്റീസ്, ഇതുപോലെ ഒരുപാട് വൈഡർ റേഞ്ച് ഓഫ് പേപ്പർ അസറ്റ്സ് ഉണ്ട്. ഇൻഫാക്ട് REIT-യിലൂടെ നിങ്ങൾക്ക് റിയൽ എസ്റ്റേറ്റിലും ഇൻവെസ്റ്റ് ചെയ്യാം. നിങ്ങൾ നിങ്ങളുടെ മണി മൾട്ടിപ്ലൈ ചെയ്യണമെന്ന് വിചാരിച്ചാൽ പേപ്പർ അസറ്റ്സിൽ സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും നിങ്ങൾക്ക് ഒരു ബെസ്റ്റ് ഓപ്ഷൻ ആയിട്ടുള്ളത്. കാരണം ഇതിലാണ് നിങ്ങൾക്ക് കുറഞ്ഞ എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്ത് സ്റ്റാർട്ട് ചെയ്യാൻ കഴിയുക.
ലോകത്തിലെ തന്നെ ബെസ്റ്റ് ഇൻവെസ്റ്റർ വാരൻ ബഫറ്റ് പേപ്പർ അസറ്റ് യൂസ് ചെയ്തിട്ടാണ് ബില്യണർ ആയത്. എന്നാൽ പേപ്പർ അസറ്റ്സ് മാത്രം യൂസ് ചെയ്ത് നിങ്ങളൊരു മില്യണർ ഓർ ബില്യണർ പൊസിഷനിലേക്ക് എത്തണമെന്ന് വിചാരിച്ചാൽ അതിന് കുറച്ചധികം സമയമെടുക്കും. അപ്പോഴാണ് കോമ്പൗണ്ട് എഫക്റ്റിന്റെ എക്സ്പോണൻഷ്യൽ ഗ്രോത്ത് നിങ്ങൾക്ക് കാണാൻ കഴിയുക. സോ നിങ്ങൾ എത്ര പെട്ടെന്ന് ഇൻവെസ്റ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്യുന്നോ അത്രയും നിങ്ങൾക്ക് നല്ലതാണ്. എന്നാൽ നിങ്ങൾക്ക് ഷെയർസ് പോലെയുള്ള പേപ്പർ അസറ്റ്സിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ നിങ്ങൾക്ക് ഒരു ഡീമാറ്റ് അക്കൗണ്ട് ആവശ്യമായിട്ട് വരും. അതുപോലെ തന്നെ ഫിനാൻഷ്യൽ മാർക്കറ്റിനെ കുറിച്ചുള്ള നോളജും നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. ശരിക്കും നിങ്ങളുടെ നോളജ് ഇൻക്രീസ് ചെയ്യണമെന്ന് വിചാരിച്ചാൽ നമ്മുടെ ചാനലിൽ ഇതിനു മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുള്ള ഫിനാൻസ് വീഡിയോസ് ഒക്കെ കാണാൻ ശ്രമിക്കുക. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. പിന്നെ നിങ്ങൾക്ക് ഒരു ഡിമാറ്റ് അക്കൗണ്ട് തുടങ്ങണമെന്നുണ്ടെങ്കിൽ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അവിടെ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ഒരു ഡിമാറ്റ് അക്കൗണ്ടും ക്രിയേറ്റ് ചെയ്യാൻ കഴിയും. നിങ്ങളുടെ ഫിനാൻഷ്യൽ നോളജ് ഇംപ്രൂവ് ചെയ്തതിന് ശേഷം ഏത് ഷെയർസ് ആണ് വാങ്ങേണ്ടതെന്ന് നിങ്ങൾക്കൊരു ക്വസ്റ്റ്യൻ ഉണ്ടാകും. ഒന്നുകിൽ ഫിനാൻഷ്യലായിട്ട് നന്നായിട്ട് പെർഫോം ചെയ്യുന്ന കമ്പനീസിന്റെ ഷെയർസിൽ ഇൻവെസ്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ സക്സസ്ഫുൾ ആയിട്ടുള്ള ഇൻവെസ്റ്റർ പീറ്റർ ലിഞ്ച് പറയുന്നത് പോലെ നമ്മൾ വർക്ക് ചെയ്യുന്ന ഇൻഡസ്ട്രിയിലോ അല്ലെങ്കിൽ നമ്മൾ ഏത് ഇൻഡസ്ട്രിയിലെ പ്രൊഡക്ട്സ് ആണ് യൂസ് ചെയ്യുന്നത് ആ കമ്പനീസിൽ ഇൻവെസ്റ്റ് ചെയ്യാമെന്ന് പറയുന്നു. യൂഷ്വലായിട്ട് ഷെയർ മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ വരുന്നവരെല്ലാം ഭയങ്കര ഹാർഡായിട്ട് ഇൻവെസ്റ്റ് ചെയ്യും. അതായത് IT കമ്പനിയിലായിരിക്കും വർക്ക് ചെയ്യുക, എന്നാൽ ഓയിൽ കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്യും. ഇതുപോലെ ചെയ്യാതെ നിങ്ങൾ ഒരു ഫാർമ കമ്പനിയിലാണ് വർക്ക് ചെയ്യുന്നതെങ്കിൽ ഏത് ഫാർമ കമ്പനിയാണ് നന്നായിട്ട് പെർഫോം ചെയ്യുന്നത്, ഏത് കമ്പനിയാണ് പുതിയ പുതിയ പ്രൊഡക്ട്സ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്, ഏത് പ്രൊഡക്റ്റാണ് നന്നായിട്ട് സെയിൽ ആകുന്നത് എന്നൊക്കെ നിങ്ങൾക്ക് ആ ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഒരു നോളജ് ഉണ്ടാകും. അത് നിങ്ങൾ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുന്നതിന് വേണ്ടി ഉപയോഗിക്കുക. നമ്പർ 4, ഇന്റലക്ച്വൽ പ്രോപ്പർട്ടീസ്. ചില ആളുകൾ എപ്പോഴും പുതുതായിട്ട് എന്തെങ്കിലും ചെയ്യണം, പുതുതായിട്ട് എന്തെങ്കിലും കണ്ടുപിടിക്കണമെന്ന് ക്യൂരിയസ് ആയിട്ടിരിക്കും. നിങ്ങൾ അങ്ങനെയുള്ള ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് ഇന്റലക്ച്വൽ പ്രോപ്പർട്ടീസ് ക്രിയേറ്റ് ചെയ്ത് അത് ലൈസൻസ് ചെയ്യുന്നതിലൂടെ മണി ഏൺ ചെയ്യാൻ കഴിയും. ഉദാഹരണത്തിന് നിങ്ങൾ പുതുതായിട്ട് ഒരു സയന്റിഫിക് ടൂൾ ക്രിയേറ്റ് ചെയ്ത് അതിന്റെ പാറ്റന്റ് റൈറ്റ്സ് എടുത്തിട്ട് ഒരു കമ്പനിയോട് മാനുഫാക്ചർ ചെയ്ത് സെല്ല് ചെയ്യാൻ പറഞ്ഞാൽ ആ കമ്പനി ആ ടൂൾ സെല്ല് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് റോയാലിറ്റി ഇൻകം കിട്ടും. അല്ലെങ്കിൽ നിങ്ങളൊരു നല്ല റൈറ്റർ ആണെങ്കിൽ ഹാരി പോട്ടർ പോലെയുള്ള നല്ല സ്റ്റോറീസ് നിങ്ങൾക്ക് എഴുതാൻ കഴിയുമെങ്കിൽ അതൊരു ബുക്കായിട്ടോ അല്ലെങ്കിൽ മൂവി ആയിട്ടോ പബ്ലിഷ് ചെയ്യുമ്പോൾ അതിൽ നിന്ന് നിങ്ങൾക്ക് റോയാലിറ്റി ഇൻകം കിട്ടിക്കൊണ്ടിരിക്കും. സോ ഇതുപോലെ വാല്യുബിൾ ആയിട്ടുള്ള പ്രോപ്പർട്ടി ക്രിയേറ്റ് ചെയ്ത് ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി ഒരു അസറ്റ് ആയിട്ട് യൂസ് ചെയ്ത് നിങ്ങൾക്ക് മില്യൺസ് ആൻഡ് ബില്യൺസ് ക്രിയേറ്റ് ചെയ്യാൻ കഴിയും. സോ ഇപ്പോൾ തന്നെ ഈ 4 ടൈപ്പ് ഓഫ് അസറ്റ്സിൽ നിങ്ങൾക്ക് എന്ത് ആക്ഷൻ എടുക്കാൻ കഴിയുമോ എടുക്കാൻ തുടങ്ങുക. നിങ്ങളുടെ ഇൻവെസ്റ്റ്മെന്റ് ആക്ഷൻ തുടങ്ങുന്നതിന് ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുള്ള മറ്റു ഫിനാൻസ് വീഡിയോസ് ഒക്കെ കാണാൻ ശ്രമിക്കുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക. നിങ്ങൾ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെല്ലൈക്കണും കൂടി എനേബിൾ ചെയ്യുക, ഇനി അപ്ലോഡ് ചെയ്യാൻ പോകുന്ന വീഡിയോസ് ഒന്നും മിസ്സാതിരിക്കാൻ വേണ്ടി. താങ്ക് യു ഫോർ വാച്ചിങ്.